ഹായ് ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കി, അതേപോലെ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളുമായിട്ടാണ് യുദ്ധം ചെയ്തത്, ഏതൊക്കെ യുദ്ധങ്ങളാണ് നടന്നത്, അതിലാരാണ് ജയിച്ചത്, അതിലൂടെ ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കി, ഇതൊക്കെ മനസ്സിലാക്കി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും M4E ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. The aim of British was to procure maximum wealth from conquered territories. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും മാക്സിമം ധനം അക്വയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. The methods adopted by them for this include ട്രേഡ്, ടാക്സ് കളക്ഷൻ ആൻഡ് വാർസ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ നിന്നും ധനം സംഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചത്? അവർ ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അവിടെ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം നടത്തി അവിടുത്തെ വെൽത്ത് സ്വരുക്കൂട്ടും. അതേപോലെ ടാക്സ് കളക്ഷനിലൂടെ അവർ വെൽത്ത് ഗെയിൻ ചെയ്തു. ഇത് കൂടാതെ ആ പ്രദേശങ്ങളുമായി യുദ്ധം നടത്തിയും അവരവിടുത്തെ റിസോഴ്സസ് കൈയടക്കി. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിലും നടപ്പാക്കിയ ടാക്സ് പോളിസീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 1793 കൊണ്ടുവന്ന പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അതിനെക്കുറിച്ച് നോക്കാം. ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്ന ടാക്സ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഏത് വർഷമാണ്? 1793, 1793. ഇത് നടപ്പിലാക്കിയതാരാണ്? ലോർഡ് കോൺവാലിസ് ആണ്. ഓക്കെ, ലോർഡ് കോൺവാലിസ് ആണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് എന്ന ടാക്സ് പോളിസി നടപ്പിലാക്കിയത്. ഏതൊക്കെ പ്രദേശത്താണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഇനി ഈ ഒരു ടാക്സ് പോളിസീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ദ സെമീൻദാസ് ഹൂ വെർ ദ ലാൻഡ് ലോർഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. സോ ഇവിടെ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിന് ഒരു ലാൻഡ് ലോഡ് ഉണ്ടായിരിക്കും. അതായത് ആ ലാൻഡിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാൾ, അയാളെ വിളിക്കുന്ന പേരാണ് സെമീൻദാസ്. ഓക്കെ, സെമീൻദാസ് ആണ് ആ ലാൻഡിൻ്റെ മേളിലുള്ള ടാക്സ് കർഷകരിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. ഹൈ ടാക്സ് ആയിരിക്കും അവർ കളക്ട് ചെയ്യുക. പക്ഷേ അവർക്ക് വേണ്ടിയാണോ ഇത് കളക്ട് ചെയ്യുന്നത്? ഓൺ ബിഹാഫ് ഓഫ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് ജമീന്ദാർസ് ഈ ലാൻഡ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഫാമേഴ്സ് were required to pay a fixed amount as tax regardless of fluctuations in yield. ഈ ലാൻഡിൽ കൃഷി ചെയ്യുന്നവരാണ് ഫാമേഴ്സിൻ്റെ സ്വന്തമല്ല ഈ ലാൻഡ്. ഈ ലാൻഡിൻ്റെ ഭരണമൊക്കെ നടത്തുന്നത് ലാൻഡ് ലോർഡ്സ് അല്ലെങ്കിൽ സെമീന്ദാർസ് ആണ്. സെമീന്ദാർമാർ ഈ ഫാമേഴ്സിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. എന്നാൽ ഇപ്പോൾ ഒരു സമയത്ത് ലാൻഡിൽ നിന്നും വലിയ കാര്യമായ ഈൽഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ കൃഷി കുറച്ച് മോശമാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് ടാക്സ് അടച്ചാൽ പോരാ, എപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് ഫാമേഴ്സിന് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നു. ഇതാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രിട്ടീഷുകാർ ബംഗാളിലും ബീഹാറിലും ഒറീസയിലും നടപ്പാക്കിയ ടാക്സ് പോളിസിയാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ഏത് വർഷമാണ്? 1793. ഇത് നടപ്പിലാക്കിയത് ലോർഡ് കോൺവാലിസ് ആണ്. ഓക്കെ, ഇവിടെ ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ആരാണ്? ജമീന്ദാർസ് ആണ്. ആർക്ക് വേണ്ടി? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. എപ്പോഴും ഫാമേഴ്സിന് ഒരു ഫിക്സഡ് എമൗണ്ട് ടാക്സ് ആയിട്ട് പേ ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ കൃഷി മോശമാണെങ്കിലും ഫാമേഴ്സിന് അത് അടച്ചേ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ടാക്സ് പോളിസിയാണ് റയോട്ട് വാരി സിസ്റ്റം. ഇത് 1820, 1820 നടപ്പിലാക്കിയത്. ഏത് പ്രദേശത്താണ്? സൗത്ത് ഇന്ത്യയിലും ഡെക്കാൻ പ്രദേശത്തുമാണ്. അതായത് ഇന്ത്യയുടെ താഴെ ഭാഗമുള്ള പ്രദേശങ്ങളിലാണ് റയോട്ട് വാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ആരാണിത് നടപ്പിലാക്കിയത്? തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും ചേർന്നാണ് റയോട്ട് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിലും ഡെക്കാൻ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി ഈ ഒരു ടാക്സ് പോളിസീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
പെസൻസ് വർ കൺസിഡേർഡ് ആസ് ലാൻഡ് ലോഡ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ ടാക്സ് പോളിസിയിൽ സെമീന്ദാർസ് ആയിരുന്നു ലാൻഡ് ലോഡ്സ്. എന്നാൽ റയോട്ട് വാരി സിസ്റ്റത്തിൽ പെസൻസ് അല്ലെങ്കിൽ കർഷകരായിരുന്നു ലാൻഡ് ലോഡ്സ്. ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. സോ കർഷകരാണ് ഇവിടെ ലാൻഡിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്നും ടാക്സ് പിരിച്ചെടുത്തു. ഓക്കെ, ദ ബ്രിട്ടീഷ് സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹു ഫെയിൽഡ് ടു പേ ടാക്സസ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഇപ്പോൾ വിളവ് മോശമാണ്, കൃഷി മോശമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫാർമറിന് അല്ലെങ്കിൽ കർഷകന് ലാൻഡ് ടാക്സ് അടക്കാൻ പറ്റിയില്ല എങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ആ ലാൻഡ് പിടിച്ചെടുക്കും. ഓക്കെ, സോ റൈറ്റ് വാരി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. ഇനി മൂന്നാമത്തെ ടാക്സ് പോളിസിയാണ് മഹൽവാരി സിസ്റ്റം. 1822 1822 മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഏതൊക്കെ പ്രദേശത്താണ്? നോർത്ത് ഇന്ത്യ, അതേപോലെ സെൻട്രൽ ഇന്ത്യ, പഞ്ചാബ്. എവിടെയൊക്കെയാണ്? ഉത്തര ഇന്ത്യ, അതേപോലെ മധ്യ ഇന്ത്യ, പിന്നെ പഞ്ചാബ് പ്രദേശങ്ങളിലാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഹോൾട്ട് മക്കൻസി എന്ന് പറയുന്ന ആളാണ് മഹൽവാരി സിസ്റ്റം നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി ഈ ഒരു ടാക്സ് റീഫോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. നേരത്തെ നമ്മൾ കണ്ട രണ്ട് സിസ്റ്റത്തിലും ഒരു ലാൻഡ് ഉണ്ടാവും. ആ ലാൻഡിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലാൻഡ് ലോഡ് ഉണ്ടാവും. ആ ലാൻഡ് ലോഡ് ടാക്സ് പിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഒരു പെർട്ടിക്കുലർ ലാൻഡിൻ്റെ മേലിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വില്ലേജിനെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് ടാക്സ് പിരിച്ചിരുന്നത്. ഓക്കെ, ദ വില്ലേജ് വിച്ച് ഡീഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെൻറ്റ് വാസ് അനെക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വില്ലേജിന് കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കാൻ സാധിച്ചില്ല, അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ ലാൻഡ് പിടിച്ചെടുക്കുന്നതിന് പകരം ആ വില്ലേജ് മൊത്തത്തിൽ അങ്ങ് പിടിച്ചെടുക്കും. ഓക്കെ, സോ മഹൽവാരി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു. മനസ്സിലായല്ലോ? അപ്പം നമ്മളിപ്പോൾ 3 ടാക്സ് റീഫോംസ് പഠിച്ചു. ആദ്യം പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, രണ്ടാമത് നമ്മൾ പഠിച്ചത് റയോട്ട് വാരി സിസ്റ്റം, മൂന്നാമത് നമ്മൾ പഠിച്ചത് മഹൽവാരി സിസ്റ്റം. ഇവർ ഏതൊക്കെ പ്രദേശത്താണ് ഇത് നടപ്പിലാക്കിയത്, അതേപോലെ ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്, ഈ മൂന്ന് പോളിസീസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, എക്സാമിൻ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ടാക്സേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലായിട്ട് വിവിധ ടാക്സ് റീഫോംസ് അല്ലെങ്കിൽ ടാക്സ് സിസ്റ്റം നടപ്പിലാക്കിയിരുന്നു. ഇവരുടെ ജനറൽ ആയിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഹൈ ടാക്സ് റേറ്റ്സ് ആയിരുന്നു. ഉയർന്ന നികുതിയാണ് ബ്രിട്ടീഷുകാർ ഇമ്പോസ് ചെയ്തത്. അതേപോലെ കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് നേരിട്ടവർ ടാക്സ് കളക്ട് ചെയ്തു. സീസ്ഡ് ദ ലാൻഡ് ഓഫ് ഫാമേഴ്സ് ഹൂ ഫെയിൽഡ് ടു പേ ടാക്സസ്. ഏത് ഫാമേഴ്സിനാണ് അല്ലെങ്കിൽ ഏത് കർഷകർക്കാണോ ടാക്സ് അടക്കാൻ പറ്റാത്തത് അവരുടെ ലാൻഡ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, സോ ഇതൊക്കെ ജനറൽ ഫീച്ചേഴ്സാണ്. ഇവർ നടത്തിയ ടാക്സേഷൻ സിസ്റ്റത്തിൻ്റെ പൊതുവായ ഫീച്ചേഴ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ പലതരത്തിലുള്ള ടാക്സ് സിസ്റ്റംസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ ടാക്സ് സിസ്റ്റംസ് അല്ലെങ്കിൽ ടാക്സ് പോളിസീസ് കാരണം കർഷകരുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാർമേഴ്സ് were forced to take loans from money lenders so as not to lose their agricultural land. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് ഇപ്പോൾ കൃഷി മോശമായതിൻ്റെ പേരിൽ ടാക്സ് അടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആ ലാൻഡ് കൈയടക്കും. സോ അങ്ങനെ ലാൻഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകർ എന്ത് ചെയ്തു? മണി ലെൻഡേഴ്സ്, അതായത് കൊള്ള പലിശക്കാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാനായിട്ട് തുടങ്ങി. ദിസ് റിസൾട്ടഡ് ഇൻ ഫാമേഴ്സ് ഫോളിങ് ഇൻ ടു ഡെപ്റ്റ് ട്രാപ്സ്, അതായത് കടക്കെണിയിൽ കർഷകർ വീഴാനായിട്ട് തുടങ്ങി. മണി ലെൻഡേഴ്സ് ഹാഡ് ദ പവർ ടു സീസ് ദ ലാൻഡ് ഓഫ് ദീസ് ഫാമേഴ്സ്. അതായത് കൃഷി മോശമായതുകൊണ്ട് ഫാമേഴ്സിന് ബ്രിട്ടീഷുകാർക്കും പൈസ കൊടുക്കാൻ പറ്റില്ല, അതേപോലെ ഇനി മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയാൽ അവർക്കും പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും? പൈസ അടക്കാത്തതിൻ്റെ പേരിൽ ഈ ലാൻഡ് അവർ പിടിച്ചെടുക്കും. ഓക്കെ, ദ ന്യൂ ലീഗൽ സിസ്റ്റം ആൻഡ് ദ ലാൻഡ് ടാക്സ് സിസ്റ്റംസ് ഓഫ് ബ്രിട്ടീഷ് എൻകറേജ്ഡ് മണി ലെൻഡേഴ്സ്. സോ ഈ ഒരു സാഹചര്യം ശരിക്കും മണി ലെൻഡേഴ്സിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർക്ക് ലാൻഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കർഷകർ കടം വാങ്ങാനായിട്ട് തുടങ്ങും അല്ലേ. എന്തായാലും മണി ലെൻഡേഴ്സിനും ഈ പൈസ തിരിച്ചടക്കാൻ കർഷകരെ കൊണ്ട് കഴിയില്ല എന്ന് അവർക്കറിയാം. സോ മണി ലെൻഡേഴ്സിന് എളുപ്പത്തിൽ ആ ലാൻഡ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ബ്രിട്ടീഷ് ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ് സച്ച് ആസ് ഇൻഡിഗോ ആൻഡ് കോട്ടൺ വിച്ച് ദേ നീഡഡ്. അതായത് സാധാരണഗതിയിൽ ഇന്ത്യയിലെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളാണ്, അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ആണ്. എന്നാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്നതിന് പകരം അവർക്ക് ആവശ്യമുള്ള ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള ഇൻഡിഗോയും കോട്ടനും കൃഷി ചെയ്യണമെന്ന്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലമാണ്, അതായത് ഡ്രസ്സൊക്കെ ഡൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കളർ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡിഗോ. അതേപോലെ കോട്ടൺ, അതായത് നമ്മുടെ പരുത്തി, ഇത് രണ്ടും കൃഷി ചെയ്യാനാണ് ബ്രിട്ടീഷുകാർ കർഷകരെ പ്രേരിപ്പിച്ചത്. The spread of cash crops also led to reduced production of food crops which led to food shortage. അതായത് ഇങ്ങനെ ഉള്ള നല്ല ലാൻഡിലെല്ലാം കോട്ടനും ഇൻഡിഗോയും ഒക്കെ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഇത് എന്തിലേക്ക് നയിച്ചു? ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിച്ചു. ഓക്കെ. This increased commercialization of agriculture helped the money lenders exploit the land. So ഈ സാഹചര്യവും ആര് മുതലെടുത്തു? മണി ലെൻഡേഴ്സ് മുതലെടുത്തു. After the harvest, the farmers were forced to sell agricultural products at whatever price they could get. അതായത് വിളവെടുപ്പിന് ശേഷം കർഷകർക്ക് കിട്ടുന്ന വിലയ്ക്ക് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായോ? സോ ഇതൊക്കെയാണ് ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ. ഇനി എക്സാമിൻ ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാമേഴ്സ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് എങ്ങനെയാണ് കർഷകരെ ബാധിച്ചത്. ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഹൈ ടാക്സസ്. ഉയർന്ന നികുതി അടക്കുന്നത് ഫാമേഴ്സിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. Even if crops were damaged due to flood or drought, there was no tax relief. അതായത് ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം മൂലമോ അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ ഡ്രൗട്ട് മൂലമോ കൃഷി നല്ലതായില്ലെങ്കിൽ പോലും ഫാമേഴ്സിന് ടാക്സിൽ നിന്നും ഒരിളവും ലഭിച്ചിരുന്നില്ല. Farmers had to rely on money lenders to avoid losing their farmland. അതായത് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് അടച്ചില്ലെങ്കിൽ അവർ ലാൻഡ് പിടിച്ചെടുക്കും. അങ്ങനെ ലാൻഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഫാമേഴ്സ് എന്ത് ചെയ്തു? മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങാനായിട്ട് തുടങ്ങി. ഡെപ്റ്റ് റിഡൻ ഫാമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്. അങ്ങനെ കടം കയറി ഫാമേഴ്സിന് അവസാനം ആ പൈസയും കൊടുക്കാൻ പറ്റാതെ മണി ലെൻഡേഴ്സിന് ഈ ലാൻഡ് വിട്ടുകൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ കർഷകരെ മാത്രമല്ല ബുദ്ധിമുട്ടിലാക്കിയത്. ബ്രിട്ടീഷ് പോളിസീസ് മെയ്ഡ് ദ ലൈഫ്സ് ഓഫ് ആർട്ടിസാൻസ് ഓൾസോ മിസറബിൾ. ആർട്ടിസാൻസ് എന്ന് വെച്ചാൽ കൈത്തൊഴിലുകാരാണ്. ഇവരുടെ ജീവിതവും വളരെ പരിതാപകരമായിരുന്നു. മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ വെർ ഇമ്പോർട്ടഡ് ടു ഇന്ത്യ. അതായത് ബ്രിട്ടനിൽ നിന്നും മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അത് വളരെ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ വിൽക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ കൈത്തൊഴിലുകാരുടെ പ്രോഡക്ട്സിന് ഇവിടെ ഡിമാൻഡ് ഇല്ലാതെയായി. ഡ്യൂ ടു ദ കോമ്പറ്റീഷൻ വിത്ത് സച്ച് പ്രോഡക്ട്സ് ദ മാർക്കറ്റ് ഫോർ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സ് സച്ച് ആസ് കോട്ടൺ, സിൽക്ക്, വൂൾ ക്ലോത്ത്സ്, പോട്ടറി, ലെതർ ആൻഡ് എഡിബിൾ ഓയിൽ വാസ് ലോസ്റ്റ്. അതായത് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസാൻസ് കൈകൊണ്ട് നിർമ്മിച്ചിരുന്നതാണ് കോട്ടൺ ക്ലോത്ത്സ്, അതേപോലെ സിൽക്ക് ക്ലോത്ത്സ്, വൂൾ ക്ലോത്ത്സ് ഒക്കെ. അതേപോലെ തന്നെ പോട്ടറി, പിന്നെ എന്താണ് ലെതർ, പിന്നെ നമ്മൾ കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള ഓയിൽ, ഇതെല്ലാം ഇവിടെ തന്നെ നിർമ്മിച്ചിരുന്ന പ്രോഡക്ട്സ് ആണ്. എന്നാൽ ബ്രിട്ടനിൽ നിന്നും മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് വില കുറഞ്ഞത് ഇവിടെ എത്താൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ നിർമ്മിക്കുന്ന ഈ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സിന് ഡിമാൻഡ് ഇല്ലാതെയായി. This led to the loss of employment for those who engaged in handicrafts. അതായത് കൈത്തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ ജോലി നഷ്ടമാവാനായിട്ട് തുടങ്ങി. Many were forced to give up their traditional occupations. അതായത് ഇത് അവർ പാരമ്പര്യമായി തുടർന്നുകൊണ്ട് വന്നിരുന്ന ജോലിയാണ്. സോ ഈ ജോലി ഇല്ലാതെയായ സാഹചര്യത്തിൽ അവർ ആ ജോലി തന്നെ വെടിഞ്ഞ് മറ്റ് ജോലികൾ തേടി പോവാനായിട്ട് തുടങ്ങി. ഓക്കെ.
സോ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ചെയ്ത ചൂഷണങ്ങളെക്കുറിച്ചാണ് അല്ലേ. ഫാമേഴ്സിനോടാണെങ്കിലും ആർട്ടിസാൻസിനോടാണെങ്കിലും ഒക്കെ ചെയ്ത ചൂഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി പറയാൻ പോകുന്നത് ഇതിനെയൊക്കെ അവരെങ്ങനെ ചെറുത്തു നിന്നു, റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഈ ചൂഷണത്തിനെതിരായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ദ എക്കോണമിക് പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് വേരിയസ് സെക്ഷൻസ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളിൽ പല വിഭാഗക്കാർക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണം വളരെ മോശമായ രീതിയിലാണ് ബാധിച്ചത്. പീപ്പിൾ റയോട്ടഡ് എഗെയിൻസ്റ്റ് ദം. ഇതിനെതിരായിട്ട് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല വിപ്ലവങ്ങളും നടന്നിരുന്നു. വെൻ മോങ്സ് ഓൾസോ ബിക്കെയിം വാരിയേഴ്സ്. സന്യാസിമാരും പോരാളികളായി മാറിയ ഒരു സാഹചര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്മർ ഇൻ 1773 പടച്ചിൻഹ, എ വില്ലേജ് ഇൻ ബംഗാൾ, when it rained the people felt comforted and rejoiced. അതായത് ബംഗാളിലെ ഒരു സമ്മർ കാലം 1773 ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ പെട്ടെന്ന് സമ്മറിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. ഈ മഴ പെയ്തപ്പോൾ കൃഷിക്കാരെല്ലാം വളരെ സന്തോഷിച്ചു, മഴ ലഭിച്ചല്ലോ അതിൻ്റെ പേരിൽ. എന്നാൽ ഈ മഴ അധികം നീണ്ടു നിന്നില്ല. ബട്ട് ദ റെയിൻ സഡൻലി സ്റ്റോപ്ഡ്. പെട്ടെന്ന് തന്നെ മഴ നിലച്ചുപോയി. ക്രോപ്സ് ഡ്രൈഡ് അപ്പ്. അതായത് അവിടെ വരൾച്ച ബാധിച്ചു. ദർ വാസ് ഫാമിൻ. ഭക്ഷ്യക്ഷാമമുണ്ടായി. ദ ഗവൺമെൻറ് ഡിഡ് നോട്ട് സ്റ്റോപ്പ് കളക്ടിങ് ടാക്സസ്. പക്ഷേ ഗവൺമെൻറ് കരം അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്നത് നിർത്തിയില്ല. ദേ റാൻ അറൗണ്ട് കളക്ടിങ് ടാക്സസ് ആൻഡ് അരിയേഴ്സ് ഇൻ എ കമ്പൽസറി ഫാഷൻ. അതായത് ടാക്സും അതേപോലെ ഇതിനു മുൻപ് കൊടുക്കാനുള്ള കുടിശ്ശികയും ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബംഗാൾ വെൻറ്റ് ത്രൂ എ മിസറബിൾ ഫേസ്. ബംഗാൾ വളരെ മോശമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പീപ്പിൾ സഫേർഡ്. ജനങ്ങൾ അതിരൂക്ഷമായിട്ട് സഫർ ചെയ്യുകയാണ്. ദേ സോൾഡ് ദെയർ കാറ്റിൽ. പണത്തിനായിട്ട് അവരവരുടെ കന്നുകാലികളെ വിറ്റു. ദെൻ ദേ സോൾഡ് ദെയർ ടൂൾസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനായിട്ടുള്ള ഉപകരണങ്ങൾ അവർ വിറ്റു. ദേ ഈവൻ സോൾഡ് ദ സീഡ്സ്. ദെൻ ദെയർ ജ്വല്ലറി ആൻഡ് യൂട്ടൻസിൽസ്. അവരുടെ കയ്യിലുള്ള ഒട്ടുമിക്ക വസ്തുക്കളും അവർ വിൽക്കാനായിട്ട് തുടങ്ങി. സം ഹാഡ് ടു ഈവൻ റിമൂവ് ദ ഡോർസ് ഓഫ് ദെയർ ഹൗസസ് ആൻഡ് സെൽ ദം. ചിലർക്ക് അവരുടെ വീടിൻ്റെ മുൻവാതിൽ വിറ്റ് വിൽക്കേണ്ട അവസ്ഥ വരെ വന്നു. ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് നോ വാല്യൂ ഇൻ ദ മാർക്കറ്റ്. മനുഷ്യർക്ക് മാർക്കറ്റിൽ വലിയ വിലയൊന്നുമില്ല, അതുകൊണ്ട് മനുഷ്യനെ വിൽക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. The villagers plucked the grasses, leaves and dug up tubers and ate them. അതായത് കണ്ണിൽ കണ്ടതൊക്കെ പറിച്ചവർ തിന്നാനായിട്ട് തുടങ്ങി വിശപ്പ് മൂലം. They even satisfied their hunger by eating rats, cats and dogs. അതായത് മുന്നിൽ കണ്ട എലിയെയും പൂച്ചയെയും പട്ടിയെയും ഒക്കെ പിടിച്ചവർ വിശപ്പ് മൂലം ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. ഡിസീസസ് സ്പ്രെഡ്. സോ ഇങ്ങനെ വന്നപ്പോൾ രോഗങ്ങൾ പടരാൻ തുടങ്ങി. ഫീവർ, പ്ലേഗ് ആൻഡ് സ്മോൾ പോക്സ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് വിൻഡ്. അതായത് കാറ്റ് പോലെയാണ് പലതരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ ജനങ്ങൾക്ക് ബാധിക്കാനായിട്ട് തുടങ്ങിയത്. ദർ വാസ് നോ വൺ ടു ടേക്ക് കെയർ ഓഫ് ദ സിക്ക്, ഈവൻ ബറി ദ ഡെഡ്. അതായത് രോഗബാധിതരായവരെ നോക്കാൻ ആരുമില്ല, മരിച്ചുപോയാൽ അവരെ കുഴിച്ചിടാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ. ഡെഡ് ബോഡീസ് വെർ ലെഫ്റ്റ് ടു റോട്ട് ഇൻ ദ ഹൗസസ്. അതായത് ആളുകൾ മരിച്ചിട്ട് വീടിനുള്ളിൽ തന്നെ കിടന്ന് ചീയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സോ 1773 സമ്മർ കാലത്ത് ബംഗാളിലെ ഒരു കാഴ്ചയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ഒരു ഭാഗമാണ്. ആനന്ദമഠം നോവൽ എന്ന് പറയുന്നത് സന്യാസി കലാപം പ്രമേയമായി രചിച്ചിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. ഓക്കെ, സോ ബംഗാളിലെ ഈ വളരെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തെങ്കിലും ചെയ്തോ? The English East India Company made no effort to solve the problem of famine in Bengal. ബംഗാളിലെ ഈ വലിയ ഒരു ക്ഷാമം നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കാര്യവും ചെയ്തില്ല. Hence the poor peasants and laborers fought against the British and this revolt was supported by sannyasis. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളുമെല്ലാം ബ്രിട്ടീഷുകാർക്ക് എതിരെ പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പോരാടാനായിട്ട് തുടങ്ങി. ഈ ഒരു പോരാട്ടത്തിൽ ആരും പങ്കുചേർന്നു? സന്യാസീസും
പങ്കുചേർന്നു. അതുകൊണ്ടാണ് ഈ ഒരു കലാപത്തെ സന്യാസി റെബലിയൻ അല്ലെങ്കിൽ സന്യാസി റിവോൾട്ട് എന്ന് പറയുന്നത്. Along with sannyasis, the fakirs also joined the revolt against British, and so this revolt is also called സന്യാസി ഫക്കീർ റെബലിയൻ. അതായത് സന്യാസീസ് മാത്രമല്ല ഫക്കീർമാരും ഈ ഒരു റിവോൾട്ടിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഈ കലാപം എങ്ങനെയും അറിയപ്പെടുന്നു, സന്യാസി ഫക്കീർ കലാപം എന്നും അറിയപ്പെടുന്നു. ഭവാനി പതക് ആൻഡ് മഞ്ജു ഷാ ലെഡ് ദ സന്യാസി ഫക്കീർ റെബലിയൻ. ഈ ഒരു പോരാട്ടം നേരിട്ടത് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭവാനി പതക്കും മഞ്ജു ഷായുമാണ്. ഓക്കെ, സോ ബംഗാളിൽ വളരെ രൂക്ഷമായ ക്ഷാമം വന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണ പെസൻസും അതേപോലെ ലേബറേഴ്സും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചു. ആ പോരാട്ടത്തിൽ സന്യാസീസും അതേപോലെ ഫക്കീർമാരും പങ്കുചേർന്നു. ഈ ഒരു പോരാട്ടം അറിയപ്പെടുന്ന പേരാണ് സന്യാസി ഫക്കീർ റെബലിയൻ അല്ലെങ്കിൽ സന്യാസി റെബലിയൻ എന്ന് മാത്രമായിട്ടും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭവാനി പതക്കും അതേപോലെ മഞ്ജു ഷായും. ഓക്കെ, സോ എന്താണ് സന്യാസി കലാപം എന്ന് മനസ്സിലായല്ലോ. ഈ ഒരു കലാപത്തെ പ്രമേയമാക്കിക്കൊണ്ടാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഈ ആനന്ദമഠത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഇനി വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ് അല്ലേ. അവർ നാഷണൽ സോങ് ഇസ് ടേക്കൺ ഫ്രം ദ നോവൽ ആനന്ദമഠ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ ബംഗാളി ഇൻ 1882. സോ ഈ ആനന്ദമഠ് എന്ന നോവല് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ഏത് വർഷമാണ് അത് എഴുതി പൂർത്തിയാക്കിയത്? 1882 ഈ ആനന്ദമഠം എന്ന നോവലിൽ ഉള്ള ഒരു സോങ് ആണ് വന്ദേ മാതരം. ഓക്കെ, സോ ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാഷണൽ സോങ് ആണ്. ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. വന്ദേ മാതരം ഇസ് മെൻഷൻഡ് ഇൻ ദ നോവൽ ആസ് എ സോങ് സങ് ബൈ ദ ക്യാരക്ടർ ഭവാനന്ദൻ. ഈ ഒരു നോവലിൽ ഈ പാട്ട് ആരാണ് പാടുന്നത്? ഏത് കഥാപാത്രമാണ് പാടുന്നത്? ഭവാനന്ദൻ എന്ന കഥാപാത്രമാണ് ആനന്ദമഠം എന്ന നോവലിൽ വന്ദേ മാതരം ആലപിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നീൽ ദർപ്പൺ, ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ. നീൽ ദർപ്പൺ എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള കണ്ണാടി അല്ലെങ്കിൽ ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. നമ്മൾ നേരത്തെ ഇൻഡിഗോ പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ വന്ന ബംഗാളിലെ കർഷകരുടെ കാര്യം പറഞ്ഞല്ലേ. സോ ആ ഒരു സാഹചര്യം പ്രമേയമാക്കി നിർമ്മിച്ച ഒരു നാടകമാണ് നീൽ ദർപ്പൺ. ഇതാരാണ് എഴുതി തയ്യാറാക്കിയത്? ദീനബന്ധു മിത്രയാണ്. ഏത് വർഷത്തിലാണ്? 1860. സോ നീൽ ദർപ്പൺ എന്ന ഡ്രാമ അല്ലെങ്കിൽ ആ ഒരു നാടകത്തിൻ്റെ പ്രമേയം എന്താണ്? ഇൻഡിഗോ ഫാമേഴ്സ് അല്ലെങ്കിൽ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളാണ്. ബംഗാളിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളാണ് നീൽ ദർപ്പൺ എന്ന ഡ്രാമ അല്ലെങ്കിൽ നാടകത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഫ്രം അഗ്രികൾച്ചർ ടു റെബലിയൻ, കൃഷിയിൽ നിന്നും പോരാട്ടത്തിലേക്ക്. The Neelam Peasant Revolt 1859 in Bengal was the most important agrarian revolt against British colonial rule. ബ്രിട്ടീഷുകാർക്ക് എതിരായി നടന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക കലാപമാണ് നീലം പെസന്റ് റിവോൾട്ട്. ഇത് ഏത് വർഷമാണ്? 1859 നടന്നത്. എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. It was under the leadership of Digambar Biswas and Vishnu Biswas. സോ ഈ നീലം പെസന്റ് റിവോൾട്ടിനെ ലീഡർഷിപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് നയിച്ചത് ആരാണ്? ദിഗംബർ ബിസ്വാസും വിഷ്ണു ബിസ്വാസുമാണ്. As riot spread across Bengal, farmers abandoned their indigo cultivation. ഈ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടം ബംഗാളിൽ ആകമാനം സ്പ്രെഡ് ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർ എന്ത് ചെയ്തു? ഇൻഡിഗോ കൾട്ടിവേഷൻ അങ്ങോട്ട് മൊത്തത്തിൽ ഉപേക്ഷിച്ചു. ഇൻഡിഗോ ഫാക്ടറീസ് വേർ ദെൻ അറ്റാക്ഡ്. ഇൻഡിഗോ ഫാക്ടറീസ് അല്ലെങ്കിൽ നീലം ഫാക്ടറികൾ കർഷകരെ അറ്റാക്ക് ചെയ്തു. When the farmers' resistance became strong, the planters closed down the factories and indigo cultivation
ഓൾമോസ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം ബംഗാൾ. അതായത് ഫാമേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു, ഇൻഡിഗോ ഫാക്ടറീസ് ഒക്കെ അറ്റാക്ക് ചെയ്തു. ആ സാഹചര്യത്തിൽ പ്ലാന്റേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഫാക്ടറീസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഫാക്ടറീസ് അടച്ചു പൂട്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ പയ്യെ പയ്യെ ഇൻഡിഗോ കൾട്ടിവേഷൻ ബംഗാളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. മനസ്സിലായോ? സോ നീലം പെസന്റ് റിവോൾട്ട് എന്ന് പറയുന്നത് കർഷകർ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു റിവോൾട്ടാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂളിന് എതിരായിട്ടുള്ള ഒരു റിവോൾട്ടായിരുന്നു. 1859 ബംഗാളിലാണ് ഈ ഒരു റിവോൾട്ട് അരങ്ങേറിയത്. ഇതിന് നേതൃത്വം വഹിച്ചതാരാണ്? ദിഗംബർ ബിസ്വാസും വിഷ്ണു ബിസ്വാസുമാണ്. ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? നീലം ഫാക്ടറികളെല്ലാം അടച്ചുപൂട്ടി. അങ്ങനെ പയ്യെ പയ്യെ നീലം കൃഷി മൊത്തത്തിൽ ബംഗാളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. മനസ്സിലായല്ലോ? ഇനി കർഷകർ ഇങ്ങനെ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു റിവോൾട്ട് സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, ഇൻഡിഗോ പ്ലാന്റേഴ്സ് forced the farmers to cultivate indigo plant for the factories established in the villages. അതായത് ബ്രിട്ടീഷുകാർ ഗ്രാമങ്ങളിൽ ഇൻഡിഗോ ഫാക്ടറീസ് സ്ഥാപിച്ചിരുന്നു. സോ ഈ ഇൻഡിഗോ ഫാക്ടറീസിന് ആവശ്യമായ ഇൻഡിഗോ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് കർഷകരോട് ആവശ്യപ്പെട്ടു. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ്. സോ ഇൻഡിഗോ പ്ലാന്റിന് പറയുന്ന മറ്റൊരു പേരാണ് അമരി പ്ലാന്റ്. കുഡ് ബി സോൾഡ് ഓൺലി ടു ബ്രിട്ടീഷ്. അതായത് ഈ ഇൻഡിഗോ കൾട്ടിവേഷൻ നടത്തിയ ശേഷം ഈ ഇൻഡിഗോ കർഷകർക്ക്, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ബ്രിട്ടീഷ് പെയ്ഡ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് ഫോർ ദ ഇൻഡിഗോ ടു ദ ഫാമേഴ്സ്. സോ മാർക്കറ്റിൽ എന്താണോ ഈ ഇൻഡിഗോയിൻ്റെ വില, അതിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് ബ്രിട്ടീഷുകാർ ഫാമേഴ്സിൽ നിന്നും ഈ ഇൻഡിഗോ വാങ്ങുന്നത്. ഇറ്റ് ലെഡ് ടു സിവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കോണമിക് ഹാർഡ്ഷിപ്പ്. സോ ഇതുമൂലം കർഷകർക്ക് ഭക്ഷ്യദാരിദ്ര്യം, അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണം, പിന്നെ എന്താണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നു. വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ് ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവേർട്ടി ഇൻക്രീസ്ഡ്. ഇങ്ങനെ അവർ ഫുഡ് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ലാൻഡിലെല്ലാം ഫോഴ്സ്ഫുള്ളി ഇൻഡിഗോ നടേണ്ടി വന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ഡൈസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ഈ കർഷകർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഇൻഡിഗോയുടെ ആവശ്യമില്ലാതെയായി. സോ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? കർഷകർ മൊത്തത്തിൽ പട്ടിണിയിലായി. ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ ദ പെസൻസ് ടേൺഡ് ടു ദ പാത്ത് ഓഫ് അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അങ്ങനെ സഹികെട്ട് ഗത്യന്തരമില്ലാതെയാണ് പെസൻസ് അല്ലെങ്കിൽ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു വിപ്ലവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനി അടുത്തതായി വെൻ ഫോറസ്റ്റ് വോക്കപ്പ്, അതായത് കാടുണർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ സന്താൽസ് ഡിസ്പ്ലേഡ് ദ മോസ്റ്റ് അഡ്വെഞ്ചറസ് കറേജ്. അതായത് സന്താൾസ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്, കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് സന്താൽസ്. ഇവർക്ക് അമാനുഷികമായ കറേജ് അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്ന ആളുകളാണ്. They did not want to surrender even though they did not know when they would be caught and killed. അതായത് അവരെ പിടിച്ച് കൊല്ലും എന്ന സാഹചര്യത്തിൽ പോലും അവർ കീഴടങ്ങാനായിട്ട് തയ്യാറായിരുന്നില്ല. Once 45 Santals took shelter in a mud hut and fought against British soldiers. ഒരിക്കൽ 45 സന്താൾമാർ ഒരു ചെറിയ കുടിലിൽ ഇരുന്നു കൊണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ പോരാടി. The British soldiers fired indiscriminately at the hut. ബ്രിട്ടീഷുകാർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ ഹട്ടിന് നേരെ ഫയർ ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ വെടിവെക്കാനായിട്ട് തുടങ്ങി. ഈച്ച് ടൈം സന്താൽസ് റെസ്പോണ്ടഡ് വിത്ത് ആരോസ്. സന്താൽസ് ട്രൈബൽ പീപ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലേ? അവരെങ്ങനെയാണ് ഈ വെടിയുണ്ടയെ നേരിട്ടത്? ആരോസ് അല്ലെങ്കിൽ അമ്പും വില്ലും ഉപയോഗിച്ചാണ് അവർ നേരിട്ടത്. When the soldiers finally stopped firing and entered the hut, they found only one man alive and a soldier asked him to surrender. അതായത് ഇങ്ങനെ വെടിവെച്ച് അവസാനം ബ്രിട്ടീഷ് പട്ടാളക്കാർ ഈ ഹട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവരെന്താ കണ്ടത്? 45 സന്താൾമാർ ആ കുടിലിനുള്ളിലുണ്ടായിരുന്നു. അവശേഷിച്ചത് ഒരാൾ മാത്രമാണ്. ആ ഒരാളോട് ബ്രിട്ടീഷ് സൈനികർ
സറണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് എന്ത് സംഭവിച്ചു? ദെൻ ദ ഓൾഡ് മാൻ റഷ്ഡ് ആൻഡ് കട്ട് ഹിം ഡൗൺ വിത്ത് ദ ആക്സ്. അതായത് ആ ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പോലും എന്താണ് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ മുന്നിൽ സറണ്ടർ ചെയ്യാൻ അല്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായില്ല. അയാൾ എന്താണ് ചെയ്തത്? അയാൾ ഉടനെ തന്നെ കോടാലി കൊണ്ട് സ്വയം മരിച്ചു. അപ്പോൾ ആ ഒരു മരണം മുന്നിലെത്തിയപ്പോൾ പോലും കീഴടങ്ങാൻ തയ്യാറാവാത്ത വളരെ ധൈര്യമുള്ള ആളുകളായിരുന്നു സന്താൾമാർ. സോ ഈ ഒരു സംഭവം എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന കൃതിയിലാണ് ഈ ഒരു കാര്യം വിവരിച്ചിട്ടുള്ളത്. അതാരാണ് രചിച്ചത്? ബിപിൻ ചന്ദ്രയാണ്. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിലാണ് സന്താൾമാരുടെ ഈ പോരാട്ടത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി സന്താൽ റെബലിയൻ അല്ലെങ്കിൽ സന്താൽ കലാപത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ദേ ആർ എ ട്രൈബൽ പീപ്പിൾ ഹു മൈഗ്രേറ്റഡ് ടു ദ രാജ്മഹൽ ഹിൽസ് ഇൻ ബംഗാൾ പ്രോവിൻസ് ഇൻ 18th century. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രോവിൻസിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ പലായനം ചെയ്ത ട്രൈബൽ പീപ്പിളാണ് സന്താൾമാർ. Landlords unjustly extorted and money lenders lent money and snatched their grain and forest resources in exchange. അതായത് ഈ ട്രൈബൽ പീപ്പിളിനും ഭൂവുടമകൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ടാക്സ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവർ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും പൈസ കടമായിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പകരമായിട്ട് അവരിവർക്ക് എന്താണ് പകരം കൊടുത്തിരുന്നത്? അവരുടെ ധാന്യങ്ങളും അതേപോലെ വനവിഭവങ്ങളുമാണ്, ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെയാണ് ഈ മണി ലെൻഡേഴ്സിന് പകരമായി നൽകിയിരുന്നത്. ഓൾ ദിസ് വാസ് ഡൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷ്. ഈ കാര്യങ്ങളെല്ലാം നടന്നു പോന്നിരുന്നത് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോടു കൂടിയാണ്. The British administration, which had no understanding of the tribal people's relationship with the land, saw this merely as a means to increase tax revenue. അതായത് ബ്രിട്ടീഷുകാർ ഈ ട്രൈബൽ പീപ്പിളിന് അവരുടെ ലാൻഡ് അല്ലെങ്കിൽ അവരുടെ കാടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരുടെ മേലെ വലിയ വലിയ ടാക്സ് എമൗണ്ടുകൾ ഇമ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. The Santals launched their struggles against the British in 1855 by mobilizing the tribal people against the injustices they faced. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണം സഹിക്കവയ്യാതെ സന്താൽമാർ 1855 എല്ലാ ട്രൈബൽ പീപ്പിൾസിനെയും ഒത്തുകൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഇതിന് നേതൃത്വം വഹിച്ചതാരാണ്? സിദ്ധു ആൻഡ് കാൻഹു എന്ന് പറയുന്ന 2 പേരാണ് സന്താൽ കലാപത്തിന് നേതൃത്വം വഹിച്ചത്. ദേ ലെഡ് ദീസ് റിവോൾട്ട്സ് ആൻഡ് വർ കിൽഡ് ബൈ ദ ബ്രിട്ടീഷ്. സിദ്ധുവിനെയും കാനുവിനെയും ബ്രിട്ടീഷുകാർ കൊല്ലുകയും ചെയ്തു. Although the rebellion was brutally suppressed, the Santal rebellion became an important chapter in the history of tribal resistance. ബ്രിട്ടീഷുകാർ സന്താൽ കലാപം അടിച്ചമർത്തി, അതായത് സന്താൽമാർ പരാജയപ്പെട്ടു. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സന്താൽ കലാപം ഒരു വലിയ ട്രൈബൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ട്രൈബൽ പീപ്പിൾ നടത്തിയ ഒരു വലിയ ചെറുത്തുനിൽപ്പിന് ഉദാഹരണമാണ് സന്താൽ കലാപം എന്ന് പറയുന്നത്. സോ ഈ സന്താൽ കലാപം എവിടെയാണ് നടന്നത്? ബംഗാൾ പ്രോവിൻസിലെ രാജ്മഹൽ കുന്നുകളിലാണ്. ഏത് വർഷമാണ്? 1855. ആരാണ് നേതൃത്വം വഹിച്ചത്? സിദ്ധുവും കാൻഹുവാണ്. ഇതിൽ ബ്രിട്ടീഷുകാർ സന്താൽ കലാപത്തെ അടിച്ചമർത്തി. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതൊരു വലിയ അധ്യായം തന്നെയാണ്. ഓക്കെ, ഇനി സന്താൽ കലാപം പോലെ തന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരു ട്രൈബൽ റയോട്ടാണ് ഉൽഗുലാൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ടുമോൾട്ട്. ഉൽഗുലാൻ വാസ് എ ട്രൈബൽ റയോട്ട് ദാറ്റ് ടോക്ക് പ്ലേസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്താണ് ഉൽഗുലാൻ ട്രൈബൽ റയോട്ട് നടക്കുന്നത്. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് മുണ്ട റെബലിയൻ അല്ലെങ്കിൽ മുണ്ട കലാപം എന്നും വിളിച്ചിരുന്നു. ദ വേർഡ് ഉൽഗുലാൻ മീൻസ് ഗ്രേറ്റ് അപ്രോർ അല്ലെങ്കിൽ ഗ്രേറ്റ് അപ്ഹിവൽ, അതായത് വലിയ കോലിളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ഒരു റയോട്ട് അല്ലെങ്കിൽ ഈ ഒരു റവല്യൂഷനെ നയിച്ചതാരാണ്? ബിർസ മുണ്ടയാണ്. who sought to break British colonial rule and established a Munda kingdom. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂള് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബിർസ മുണ്ട ഈ ഒരു കലാപത്തിന് നേതൃത്വം നൽകിയത്. എന്നിട്ട് ബിർസ മുണ്ട ഒരു മുണ്ട കിങ്ഡം സ്ഥാപിക്കുകയും ചെയ്തു. എവിടെയാണ്? ഇന്നത്തെ ജാർഖണ്ഡിൻ്റെ പ്രദേശത്താണ് ഈ മുണ്ട കിങ്ഡം അന്ന് സ്ഥാപിച്ചത്. മനസ്സിലായല്ലോ?
അപ്പോൾ സന്താൽ കലാപം പോലെ തന്നെ ഒരു ട്രൈബൽ കലാപമാണ് ഉൽഗുലാൻ അല്ലെങ്കിൽ മുണ്ട റെബലിയൻ. ഇതിന് നേതൃത്വം നൽകിയതാരാണ്? ബിർസ മുണ്ടയാണ്. ഇന്ന് ഈ മുണ്ട കലാപം നടന്ന ആ പ്രദേശം ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ജാർഖണ്ഡിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി മുണ്ട കലാപം നടത്തേണ്ടി വന്നതിന് പിന്നിലെ കാരണം എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിംഗ്, അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണവും അതേപോലെ തന്നെ ഈ ട്രൈബൽ പീപ്പിളിൻ്റെ ലാൻഡ് പിടിച്ചെടുക്കുന്നതുമാണ്. രണ്ടാമത്തെ കാരണം ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മർച്ചൻസ്. മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ പലിശക്കാരും അതേപോലെ തന്നെ വ്യാപാരികളും നടത്തിയ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ചൂഷണം. In 1899, the Munda tribe started an armed rebellion against the British. So, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് 1899 മുണ്ട ട്രൈബൽ പീപ്പിള് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ആയുധമെടുത്ത് പോരാടാനായിട്ട് തീരുമാനിച്ചു. There were clashes with the British police at many places and many Munda tribesmen were killed in the firing in Ranchi. അതായത് പല സ്ഥലങ്ങളിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുകാരുമായിട്ട് മുണ്ട ട്രൈബൽ പീപ്പിളിന് യുദ്ധം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവരെ നേരിടേണ്ടി വന്നു. അങ്ങനെ വെടിവെപ്പിൽ ഒരുപാട് മുണ്ട ട്രൈബൽ പീപ്പിൾ മരിക്കുകയുണ്ടായി. എവിടെ വെച്ചിട്ട്? റാഞ്ചിയിൽ വെച്ചിട്ട്. ഓക്കെ, ബിർസ മുണ്ട വാസ് ഇംപ്രിസൺഡ് ആൻഡ് ഡൈഡ് ദെയർ. ബിർസ മുണ്ടയായിരുന്നു ഈ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ബിർസ മുണ്ടേനെ പിടിച്ച് ഇംപ്രസൺ ചെയ്തു, അതായത് തടവിലാക്കി. ആ തടവിൽ വെച്ച് തന്നെ ബിർസ മുണ്ട മരിക്കുകയും ചെയ്തു. ദ മുണ്ട റെബലിയൻ വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. സന്താൽ കലാപം എങ്ങനെയാണോ ബ്രിട്ടീഷുകാരെ സപ്രസ് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ദയയും ഇല്ലാതെയാണ് മുണ്ട റെബലിയനും ബ്രിട്ടീഷുകാരെ സപ്രസ് ചെയ്തത്. മനസ്സിലായല്ലോ? ഈ കാണുന്നതാണ് മുണ്ട കലാപത്തിന് നേതൃത്വം കൊടുത്ത ബിർസ മുണ്ട. ബിർസ മുണ്ടാസ് ബർത്ത്ഡേ November 15th is observed as ജൻജാതീയ ഗൗരവ് ദിവസ് or Tribal Pride Day in India from 2021 onwards. 2021 മുതൽ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 എങ്ങനെയാണ് നമ്മൾ ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ട്രൈബൽ പ്രൈഡ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ബിർസ മുണ്ട is the only tribal leader to be honored with his portrait displayed in Indian Parliament. അതായത് ഒരുപാട് ട്രൈബൽ ലീഡേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദരവോടുകൂടി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ട്രൈബൽ ലീഡറാണ്. ട്രൈബൽ ലീഡറിൻ്റെ പിക്ചർ ആരുടേതാണ്? ബിർസ മുണ്ടയുടേതാണ്. ഓക്കെ, നൗ ഗാന്ധി സെ പെഹലെ ഗാന്ധി ഇസ് റിട്ടൺ ബൈ ഇക്ബാൽ ദുറാനി വിത്ത് ബിർസ മുണ്ട ആസ് എ സെൻട്രൽ ക്യാരക്ടർ. ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഇക്ബാൽ ദുറാനിയാണ്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ചിരിക്കുന്ന കൃതിയാണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി. അതേപോലെ തന്നെ അരണ്യർ അധികാർ ഇസ് റിട്ടൺ ബൈ മഹാശ്വേത ദേവി വിത്ത് ബിർസ മുണ്ട ആസ് സെൻട്രൽ ക്യാരക്ടർ. അരണ്യർ അധികാർ എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? മഹാശ്വേത ദേവിയാണ്. ഇത് ആരെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച കൃതിയാണ്. സോ ബിർസ മുണ്ടേനെ കേന്ദ്ര കഥാപാത്രമാക്കി 2 കൃതികൾ രചിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്നാമത്തേത് ഇക്ബാൽ ദുറാനി ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്നതാണ് കൃതി. രണ്ടാമത്തേത് മഹാശ്വേത ദേവി രചിച്ച അരണ്യർ അധികാറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ 2 ട്രൈബൽ റിവോൾട്ടിനെ കുറിച്ചാണ് പഠിച്ചത്. ഒന്നാമത്തേത് മുണ്ട കലാപം, രണ്ടാമത്തേത് സന്താൽ കലാപം. ഓക്കെ, ഇനി മറ്റ് ട്രൈബൽ റെബലിയൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് പല ട്രൈബൽ റെബലിയൻസും നടന്നിരുന്നു. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ വയനാട്ടിൽ നടന്ന ട്രൈബൽ റിവോൾട്ടാണ് കുറിച്യ റിവോൾട്ട്. അതേപോലെ പഹാരിയ റെബലിയൻ നടന്നത് ഹിമാചൽ പ്രദേശിലാണ്. കോൾ കലാപം അല്ലെങ്കിൽ കോൾ റെബലിയൻ നടന്നത് ഛോട്ടാ നാഗ്പൂരിലാണ്. ബിൽ റെബലിയൻ അല്ലെങ്കിൽ ബിൽ കലാപം നടന്നത് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. ഖാസി റെബലിയൻ നടന്നത് മേഘാലയയിലാണ്. മുണ്ട കലാപം നടന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സന്താൽ കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിലാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നടന്ന ട്രൈബൽ റിവോൾട്ട്സ്. ഓക്കെ, now the next is the uproar of battle. പോരാട്ടത്തിൻ്റെ ഗർജനം. The policies of British also affected the polygars, the military leaders of Tamil Nadu. തമിഴ്നാട്ടിലെ
മിലിറ്ററി ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിൻ്റെ നേതാക്കളെയാണ് പോളിഗാർസ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, പോളിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇംഗ്ലീഷ് വേർഡ്. പോളിഗർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ തമിഴ് വേർഡ് പാളയക്കാർ മീനിങ് ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ്. പോളിഗർ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് വാക്കിൽ നിന്നും ഡിറൈവ് ചെയ്ത ഇംഗ്ലീഷ് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ക്യാമ്പ് അല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പ് എന്നാണ്. ഇനി പോളിഗാർസ് എന്ന് പറയുമ്പോൾ ആരാണ്? മിലിറ്ററി ലീഡേഴ്സ് ആണ്. തമിഴ്നാട്ടിലെ മിലിറ്ററി ലീഡേഴ്സ് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ലീഡേഴ്സിനെയാണ് നമ്മൾ പോളിഗാർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, എ പോളിഗാർ ഓഫ് പാഞ്ചാലം കുറിച്ചി അറ്റ് തിരുനെൽവേലി ആൻഡ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് പോളിഗാർസ് ഓഫ് ശിവഗംഗൈ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതായത് തമിഴ്നാട്ടിലെ മിലിറ്ററി നേതാക്കന്മാരെയാണ് നമ്മൾ പോളിഗാർസ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. സോ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗാറാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. അതേപോലെ ശിവഗംഗയിലെ മിലിറ്ററി നേതാവാണ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് അല്ലെങ്കിൽ മരുത് പാണ്ഡ്യ സഹോദരന്മാർ. ഇവർ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് പോരാടി. As a renowned protector of his people, കട്ടബൊമ്മൻ had a good relationship with his people. ഈ കട്ടബൊമ്മന് അവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, കട്ടബൊമ്മൻ അവരുടെ സംരക്ഷകൻ കൂടിയായിരുന്നു. ദ പോളിഗാർ വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ടാക്സസ് ഫ്രം പീപ്പിൾ. സോ ഈ പോളിഗാറിനെ അല്ലെങ്കിൽ മിലിറ്ററി ലീഡറിന് ഒരു ജോലി കൂടി ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിച്ചെടുക്കണം അല്ലെങ്കിൽ കരം പിരിച്ചെടുക്കണം. ദ റൂളർ ഓഫ് പാഞ്ചാലം കുറിച്ചി സറണ്ടർ ടു ബ്രിട്ടീഷ് ബട്ട് കട്ടബൊമ്മൻ വാസ് നോട്ട് വില്ലിംഗ് ടു ഡു സോ. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിൽ പാഞ്ചാലം കുറിച്ചിയിലെ രാജാവ് അല്ലെങ്കിൽ റൂളർ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങി. എന്നാൽ അപ്പോഴും അവിടുത്തെ മിലിറ്ററി നേതാവായ കട്ടബൊമ്മൻ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറായില്ല. The British further burdened the people by increasing the existing taxes. നിലവിലുണ്ടായിരുന്ന ടാക്സസ് പിന്നെയും കൂട്ടി ജനങ്ങൾക്ക് ഒരു ബേർഡൻ ക്രിയേറ്റ് ചെയ്യാൻ ആര് ശ്രമിച്ചു? ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. The fact that കട്ടബൊമ്മൻ questioned the tax collection by British made him their enemy. ഈ കട്ടബൊമ്മൻ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ എനിമി ആയത്? ബ്രിട്ടീഷുകാർ ജനങ്ങളുടെ മേലെ അധിക നികുതി ചുമത്തിയപ്പോൾ അതിനെ ആര് ക്വസ്റ്റ്യൻ ചെയ്തു? ആര് ചോദ്യം ചെയ്തു? കട്ടബൊമ്മൻ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് കട്ടബൊമ്മൻ എനിമി അല്ലെങ്കിൽ ശത്രുവായിട്ട് മാറിയത്. കട്ടബൊമ്മൻ ആൻഡ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് who were polygars of ശിവഗംഗെ fought against British and died as heroes. അങ്ങനെ കട്ടബൊമ്മനും മരുത് പാണ്ഡ്യ ബ്രദേഴ്സും ബ്രിട്ടീഷുകാരുമായിട്ട് പോരാടി ആ ഒരു പോരാട്ടത്തിൽ മരിച്ച് ഹീറോസായി മാറുകയാണ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് വെള്ളൂർ മ്യൂട്ടണി എന്താണെന്ന് നോക്കാം. ദ വെള്ളൂർ മ്യൂട്ടണി ഇൻ തമിഴ്നാടു വാസ് ദ ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ മിലിറ്ററി റിവോൾട്ടാണ് തമിഴ്നാട്ടിലെ വെള്ളൂർ മ്യൂട്ടണി. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ ഇന്ത്യൻസ് ഇൻ ബ്രിട്ടീഷ് ആർമി. അതായത് ബ്രിട്ടീഷ് ആർമിയിൽ തന്നെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് ഈ റിവോൾട്ടിന് നേതൃത്വം വഹിച്ചത്. ചേഞ്ചസ് ഇൻ ദ ഡ്രസ് കോഡ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ബൈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർ ദ മെയിൻ കോസ് ഓഫ് ദ മ്യൂട്ടണി. ഈ വെള്ളൂർ മ്യൂട്ടണി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യൻസിൻ്റെ ഡ്രസ് കോഡിൽ മാറ്റം വരുത്തി. അത് അംഗീകരിക്കാൻ പറ്റാതെയാണ് ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ഇന്ത്യൻ സോൾജേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററിക്കാർ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് റിവോൾട്ട് ചെയ്തത്. The 1806 mutiny was suppressed by British, but Vellore mutiny inspired the subsequent anti-British uprisings. ഈ വെള്ളൂർ മ്യൂട്ടണി ഏത് വർഷമാണ് നടന്നത്? 1806 ഈ മ്യൂട്ടണി ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്തു, അതായത് അടിച്ചമർത്തി. എങ്കിലും ഈ ഒരു മ്യൂട്ടണി പിന്നീട് വന്ന ആൻറ്റി ബ്രിട്ടീഷ് അപ്രൈസിങ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായത് പിന്നീടും ഇങ്ങനെ ഓരോ റിവോൾട്ട് നടത്താനായിട്ട് മറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെയും മറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാരെയൊക്കെ പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് വെള്ളൂർ മ്യൂട്ടണി എന്ന് പറയുന്നത്. സോ വെള്ളൂർ മ്യൂട്ടണി തമിഴ്നാട്ടിലാണ് നടന്നത്. 1806
ഇത് ആരുമായിട്ടാണ് നടന്നത്? ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ഇന്ത്യൻസ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയ ഒരു മ്യൂട്ടണിയാണ് വെള്ളൂർ മ്യൂട്ടണി. ഇതിൻ്റെ കാരണം എന്തായിരുന്നു? ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്തു. അതിൻ്റെ പേരിലാണ് ഈ ഒരു കലാപം നടന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നോക്കാം. ആറ്റിങ്ങൽ ഇന്ന് ഏത് സ്ഥലത്താണ്? നമ്മുടെ തിരുവനന്തപുരത്താണ് ആറ്റിങ്ങൽ ഉള്ളത്. ഓക്കെ, ദ ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബലിയൻ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ഓർഗനൈസ്ഡ് റെബലിയനാണ് ആറ്റിങ്ങൽ കലാപം. ഇത് ഏത് വർഷമാണ്? 1721. The British interfered in the pepper trade in internal affairs and created communal hatred among the people. അതായത് ആറ്റിങ്ങലിൽ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്? അവിടുത്തെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കയ്യേറി. അതേപോലെ അവിടുത്തെ ഭരണകാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. ഇത് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമായില്ല. The British tried to repeat the practice of giving rewards to the ruling Attingal Rani every new year. സോ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അവിടുത്തെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക നേടിയെടുത്തത്? ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ എപ്പോഴും കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അവിടുത്തെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക നേടിയെടുക്കുകയാണ് ചെയ്തത്. സോ ഇതിനെ അവിടുത്തെ ജനങ്ങളും മറ്റ് ആൾക്കാരും വിലക്കി. പക്ഷേ ബ്രിട്ടീഷുകാർ അത് കേട്ടില്ല. അവർ ആറ്റിങ്ങൽ റാണിക്ക് ഇങ്ങനെ റിവാർഡ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് പോകുന്ന ഒരു പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നു. ബട്ട് സം ഓഫ് ദ ലാൻഡ് ലോർഡ്സ് റെസിസ്റ്റഡ് ദിസ് ബിക്കോസ് ദേ വെയർ അഫ്രൈഡ് ദാറ്റ് ഇറ്റ് കുഡ് കോസ് സം കൈൻഡ് ഓഫ് ഡേഞ്ചേഴ്സ്. അതായത് അവിടുത്തെ ലാൻഡ് ലോർഡ്സ് അല്ലെങ്കിൽ ഭൂ ഉടമകൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് എപ്പോഴും ഗിഫ്റ്റൊക്കെ ആയിട്ട് പോയിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിനെ ഭയന്നിരുന്നു. കാരണം പിന്നീട് അവിടുത്തെ മാർക്കറ്റിൽ അവിടുത്തെ ആൾക്കാർക്ക് ട്രേഡ് നടത്താൻ പറ്റില്ല എന്നൊരു കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. Now, a British contingent of 140, led by Gifford, arrived to give gifts to Attingal Rani, despite the opinion that it was sufficient to give gifts only through the landlords. ലാൻഡ് ലോർഡ്സ് ബ്രിട്ടീഷുകാരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ റാണിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബ്രിട്ടീഷുകാർ നൽകുകയാണെങ്കിൽ അത് ലാൻഡ് ലോർഡ്സ് വഴിയായിരിക്കണം. ലാൻഡ് ലോർഡ്സ് അറിയാതെ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ ഒന്നും നൽകാൻ പാടില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് കേട്ടില്ല. വീണ്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കുറച്ച് സൈനികരൊക്കെ ആയിട്ട്, അതായത് ഒരു 140 സൈനികരായിട്ട് ആറ്റിങ്ങൽ റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോയി. ആ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത് ആരാണ്? ഗിഫോർഡാണ്. ദിസ് മൂവ് ലെഡ് ടു എ ബിഗ് കോൺഫ്ലിക്റ്റ്. ഇത് അവിടെ ഒരു വലിയ സംഘർഷമുണ്ടാക്കി. The contingent was attacked and killed by the locals without any distinction of class, color, caste and religion. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ബ്രിട്ടീഷുകാരെ മൊത്തം അവിടുത്തെ ലോക്കൽ പീപ്പിള് കൊന്നുകളയുവാണ് ചെയ്തത്. അവരുടെ ക്ലാസ് ഏതാണ്, അവരുടെ കളർ എന്താണ്, കാസ്റ്റ് എന്താണ്, റിലീജൻ എന്താണ്, ഇതൊന്നും നോക്കിയില്ല, എല്ലാവരെയും കൊന്നുകളഞ്ഞു. Moreover, the British fort at അഞ്ചുതെങ്ങ് was surrounded and blocked. അതായത് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിതിരുന്നു. ഇതും ആറ്റിങ്ങൽ റാണിയുടെ അനുമതിയോടുകൂടിയായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? അഞ്ചുതെങ്ങിലെ കോട്ട വളഞ്ഞു. The Attingal revolt is significant as the first organized popular uprising against the British rule in Kerala. അതായത് നമ്മുടെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഒരു സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് ആർക്കെതിരായി നടത്തിയതാണ്? ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നടത്തിയതാണ്. ഇനി സ്ത്രീകളും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ അഫക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാരെയും എന്ത് അഫക്റ്റ് ചെയ്തു? ബ്രിട്ടീഷ് നയങ്ങൾ അഫക്റ്റ് ചെയ്തു. റാണി ചെന്നമ്മ വാസ് എ ബ്രേവ് വുമൺ ഹു ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. റാണി ചെന്നമ്മ എന്ന് പറയുന്നത് കിട്ടൂറിൻ്റെ റാണിയാണ്. ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയാണ് റാണി ചെന്നമ്മ. കിട്ടൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഇൻ കർണാടക ദാറ്റ് റെക്കഗ്നൈസ്ഡ് ദ സുപ്രീമസി ഓഫ് മറാത്ത റൂൾ. കിട്ടൂരിൽ മറാത്ത ഭരണമായിരുന്നു. കിട്ടൂർ എന്ന് പറയുന്നത് കർണാടകയിലെ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. ഓക്കെ,
When British won Third Anglo-Maratha War, Kittur area came under the control of English East India Company. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്ത പ്രദേശം പിടിച്ചെടുത്തത് ഏത് യുദ്ധത്തിലൂടെയാണ്? തേർഡ് ആംഗ്ലോ മറാത്ത വാറിലൂടെയാണ്. സോ അങ്ങനെ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശവും ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. The ruler of Kittur was Shivalinga Rudra Desai. After his death, Chinnamma, his widow, decided to adopt a boy. അതായത് ഈ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരണാധികാരി ആരായിരുന്നു? ശിവലിംഗ രുദ്രദേശായി ആണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ അവിടുത്തെ റാണിയായിരുന്ന ചിന്നമ്മ എന്ത് ചെയ്തു? ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, എന്തിനാണത്? അനന്തരാവകാശി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. ചിന്നമ്മയ്ക്ക് ആൺമകൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തു. This was prevented by English East India Company which annexed Kittur to British India. അതായത് അവിടെ ഒരു അനന്തരാവകാശി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചിന്നമ്മ ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിന് സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്തു? കിട്ടൂറിനെ നേരെ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലാക്കി. Provoked by this, റാണി ചിന്നമ്മ ഓഫ് കിട്ടൂർ ഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഇത് കണ്ട് പ്രകോപിതയായ റാണി ചിന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. റാണി ചെന്നമ്മ ഡൈഡ് ഇൻ 1829 വൈൽ ഇൻ ബ്രിട്ടീഷ് കസ്റ്റഡി. ബ്രിട്ടീഷുകാർ റാണി ചിന്നമ്മയെ തടവിലാക്കി. അങ്ങനെ 1829 ആ തടവിലിരിക്കെ തന്നെ റാണി ചെന്നമ്മ മരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ കിട്ടൂറിൻ്റെ റാണിയാണ് റാണി ചെന്നമ്മ. കിട്ടൂർ ഭരിച്ചിരുന്നത് ശിവലിംഗ രുദ്രദേശായി എന്ന റൂളറാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു അനന്തരാവകാശി ഇല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വിഡോ ആയിട്ടുള്ള ചിന്നമ്മ എന്ത് ചെയ്തു? ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇത് അനുവദിച്ചില്ല. കിട്ടൂറിനെ ബ്രിട്ടീഷിൻ്റെ കീഴിലാക്കി. അങ്ങനെ റാണി ചിന്നമ്മ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ബ്രിട്ടീഷുകാർ റാണി ചിന്നമ്മയെ തടവിലാക്കുകയും 1829 റാണി ചിന്നമ്മ ബ്രിട്ടീഷ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെടുകയുമാണ് ചെയ്തത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിലെ പല വിഭാഗക്കാർ നടത്തിയ റിവോൾട്ട്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ആദ്യം കർഷകർ നടത്തിയ റിവോൾട്ട്സ് പഠിച്ചു, പിന്നീട് ട്രൈബൽ പീപ്പിൾ നടത്തിയ റിവോൾട്ടിനെ കുറിച്ച് പഠിച്ചു, മിലിറ്ററിക്കാർ നടത്തിയ റിവോൾട്ട് പഠിച്ചു, അതേപോലെ സ്ത്രീകളുടെ മുന്നേറ്റവും പഠിച്ചു. സോ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട്. Complete the flow chart by analyzing the revolts that took place in India against British. Anti-British revolts ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പല കാറ്റഗറിയിലുള്ളതാണ്. നമ്മൾ പഠിച്ചിരുന്നു. ആദ്യത്തേത് പെസൻസ് റെബലിയൻ ആണല്ലേ? ഏതൊക്കെ പെസൻസ് റെബലിയൻ അല്ലെങ്കിൽ കർഷകർ നടത്തിയ ഏതൊക്കെ കലാപമാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് സന്യാസി ഫക്കീർ കലാപവും, രണ്ടാമത്തേത് നീലം പെസൻസ് റിവോൾട്ട് അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ട്. പിന്നെ നമ്മൾ രണ്ടാമതായി പഠിച്ചത് ട്രൈബൽ റിവോൾട്ടുകളെ കുറിച്ചാണ്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ട്രൈബൽ റിവോൾട്ട്സ്? ഫോറസ്റ്റ് ഏരിയയിൽ കാട്ടുപ്രദേശത്ത് നടന്ന റിവോൾട്ട്സ് ഏതൊക്കെയാണ്? സന്താൾ കലാപവും അതേപോലെ ഉൽ ഗുലാൻ കലാപം അല്ലെങ്കിൽ മുണ്ട കലാപം. ഇനി പ്രധാനമായ മിലിറ്ററി റിവോൾട്ട് ഏതായിരുന്നു? തമിഴ്നാട്ടിൽ നടന്ന പോളിഗാർ റെബലിയൻ. ഓക്കെ, ഇനി സ്ത്രീകളുടെ മുന്നേറ്റം ഏതാണ് നമ്മൾ പഠിച്ചത്? കിട്ടൂർ റെബലിയൻ ആണല്ലേ? ഇനി ഇത് കൂടാതെ മറ്റൊരു പ്രശസ്തമായ പോരാട്ടം കൂടിയുണ്ട്. അതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനിയുള്ള സമയത്താണ് പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.